ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കുക്കിംഗ് വ്ളോഗൊന്നും അല്ല. ഇന്ന് നോമ്പിന് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണേ തന്നെ ആയിരിക്കും, അതേപോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ ഞാൻ നോമ്പിൻ്റെ 2 ദിവസം മുന്നേ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അന്ന് വീഡിയോ എടുത്താണ്, പിന്നെ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടേനും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ. കാരണം നമുക്ക് ദിവസം വേണ്ട സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് എല്ലാ വർഷവും ചെയ്യണത് തന്നെയാണ്, ഇക്കൊല്ലം അല്ലാതെ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. പിന്നെ നോമ്പല്ലെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതേപോലെ ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. നമുക്ക് ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഇതേപോലെ തൊലിച്ചുണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നല്ലോണം കേകിയിട്ട് വെള്ളം നല്ലോണം വാർന്നതിന് ശേഷമാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. പിന്നെ ചില ആളുകളൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ചിക്കനാണെങ്കിലും ബീഫൊക്കെ വെക്കണമെങ്കിൽ ചെറിയുള്ളി നല്ലോണം ചേർക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ട്രേക്ക് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യൂബാക്കി കട്ട് ചെയ്യലാണ്. ചില ആളുകൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ട് നമ്മളൊരു ടിന്നിലാക്കി അടച്ചു വെക്കും കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ക്യൂബാക്കി എടുക്കലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദിവസം ഓരോ ക്യൂബൊക്കെ കറിക്ക് എടുക്കാൻ പാകമായിരിക്കും കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ടേസ്റ്റിനോ സ്മെല്ലിനൊന്നും ഒരു കേടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്ത് വെക്കൽ. പിന്നെ നല്ലോണം കട്ടാവണതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ ഒന്ന് ക്യൂബാക്കി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നല്ലോണം ഫ്രീസായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒന്ന് ഉറച്ച് വരുമ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് രാത്രിയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെയാണ് കേട്ടോ പിന്നെ അത് നമ്മൾ ക്യൂബാക്കിയിട്ട് മാറ്റുക. അപ്പോൾ അത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്നത്. ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഞാനിതിൽ നിന്ന് 1-2 ക്യൂബൊക്കെ എന്തോ ഒരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മെല്ലെ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഓരോ ക്യൂബ് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ നോമ്പല്ലെങ്കിലും ചെയ്യൽ. ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഇതേപോലെ തൊലിച്ചിട്ട് ചതച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മീനോ ചിക്കനോ ബീഫൊക്കെ വെക്കണമെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളി ഇതൊന്നും തൊലിച്ച് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ എനിക്ക് പൊതുവേ വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ തൊലിച്ചാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ ഒക്കെ ഇതേപോലെ ക്യൂബാക്കിയതിന് ശേഷം ഒരു ടിന്നിലെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലാണ് കേട്ടോ ഇത് വെക്കേണ്ടത്, താഴത്ത് വെക്കരുത്. പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓരോ ക്യൂബ് എടുത്തിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ. പിന്നെ അത് അടുത്തായിട്ട് ചെയ്യുന്നത് തേങ്ങ ചിരവി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ പൂണ്ടിട്ട് മിക്സിയിലിട്ടിടാണ് കേട്ടോ തേങ്ങ ചിരണ്ടൽ. ഇതേപോലത്തെ ഈ സ്ക്വയർ ആയിട്ടുള്ള ടൈപ്പ് കത്തി വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൂണ്ടെടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചിരണ്ടയുടെ പരിപാടി തന്നെയല്ല കേട്ടോ. ഞാൻ പുട്ടിനും അതേപോലെ തന്നെ പൂവടക്കും മാത്രമേ തേങ്ങ ചിരണ്ടലുള്ളൂ. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇതേപോലെ തന്നെ തേങ്ങ പൂണ്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ് കേട്ടോ. നമ്മൾ ചിരണ്ടണ അതേപോലെ തന്നെ ഇരിക്കും. പിന്നെ അരച്ചെടുക്കാനാണല്ലോ നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്നതാണ് ഈ പുട്ടുക്കും അതേപോലെ തന്നെ പൂവടിക്കും. അപ്പോൾ അതിലേക്ക് മാത്രം ഞാൻ ചിരണ്ടും, ബാക്കിയൊക്കെ ഇതേപോലെ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 7 തേങ്ങയാണ് കേട്ടോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടൊന്നും വേണ്ട. ഈ ഒരു തേങ്ങ എനിക്ക് പെരുന്നാൾ വരെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ പെരുന്നാൾക്ക് ചമ്മന്തി അരക്കാൻ വരെ ഈ ഒരു തേങ്ങ ബാക്കി ഉണ്ടാവലുണ്ട്. കാരണം നമ്മളെപ്പോഴൊന്നും പത്തിരിയും അതേപോലെ തേങ്ങ അരച്ച കറിയൊന്നും ഉണ്ടാക്കില്ലല്ലോ. പല കടികളും ചോറും അങ്ങനെ പലതും ഐറ്റമല്ലേ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ വറുത്തരച്ച കറിയും അധികം വേണ്ട. ഞങ്ങൾ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഞാൻ എന്നും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. എനിക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയും വേണം. എന്നങ്ങനെ പെട്ടെന്ന് നമുക്ക് പൂണ്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ മുഴുവനും ഇതേപോലെ തന്നെ ഒന്ന് പൂണ്ടെടുത്തിക്കണമെങ്കിൽ ഇത് കുറേശ്ശെ നമുക്ക് മിക്സിയിലിട്ടാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ നല്ല മൂർച്ചല്ല കത്തി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിരണ്ടാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇത്രയും തേങ്ങ നമുക്ക് ചിരവി കിട്ടൂല കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ ഇതേപോലെ ഒരു ഫസ്റ്റ് ഇട്ടതൊക്കെ ഇതേപോലെ തന്നെ ചിരണ്ടെടുത്തിക്കണം. പിന്നെ അതേപോലെ ബാക്കിയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ചിരവണ ആ ഒരു രീതിക്ക് തന്നെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങേൻ്റെ ആ ഒരു ബ്രൗൺ കളർ വരുന്ന ആ ഒരു പാട്ട് ഇതിൽ പെടും കേട്ടോ. അത് പെട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അരക്കണയിലും രുചിക്ക് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരില്ല. ഇനി വേണമെന്നുള്ളവർക്ക് അത് ചെത്തി കളയട്ടെ. പക്ഷെ ഞാനങ്ങനെ ചെയ്യലില്ല. ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടോ ചിരണ്ടെടുക്കൽ. അപ്പോൾ അതാ മുഴുവൻ തേങ്ങയും ഇതേപോലെ തന്നെ ഒന്ന് ചിരണ്ടെടുത്തേക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറുക്കണം. ബാക്കി അങ്ങനെ ഞാൻ പച്ചക്ക അങ്ങനെ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ.
അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തേങ്ങ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ അതേപോലെ തന്നെ ഓവറായിട്ട് അരഞ്ഞിട്ടോ ഒന്നുമില്ല, നല്ല പാകത്തിന് തന്നെ നല്ല നമ്മൾ ചിരവിയ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ തേങ്ങ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ അത് ആ ബ്രെഡ് കുറച്ചിട്ടിട്ട് ഇതേപോലെ നല്ലോണം പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണില്ല, നമ്മൾ പല കടികളുണ്ടാക്കുമല്ലോ, അപ്പോൾ എല്ലാത്തിനൊന്നും ബ്രെഡ് ക്രംസ് നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ കുറച്ചുള്ളൂ ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ അതിവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തേങ്ങ ഞാൻ മുഴുവനായിട്ടൊന്നും വറുത്തെടുക്കുന്നില്ല കേട്ടോ, അതിൽ നിന്ന് പകുതിയാണ് വറുത്തെടുക്കുന്നത്, ബാക്കി അതേപോലെ തന്നെ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാം. ഇപ്പോൾ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. പിന്നെ അത് വറവായി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് ഇതേപോലെ തന്നെ ഫ്രീസറിൽ വെക്കാൻ കേട്ടോ ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്തെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൈയൊന്നും അധികം തട്ടിക്കാതെ നിൽക്കിയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊക്കെ വറുത്തതിന് ശേഷം ഞാനതവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാലിൻ്റെ പാടെടുത്ത് വെച്ചാണ് കേട്ടോ, അതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പാലിവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പാട ഞാൻ മാറ്റിയിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തലേന്ന് പുറത്തെടുത്ത് വെച്ചാണ് കേട്ടോ, പുറത്തല്ല ഫ്രീസറിൽ നിന്ന് താഴത്തെടുത്ത് വെച്ചാണ്. അപ്പോൾ ഇത് ഒക്കെ ഒന്ന് മെൽറ്റായി വന്നിക്കണ്. പിന്നെ ഇത് ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളം അതേപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഏകദേശം 2 മിനിറ്റ് നിർത്താതെ അടിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നെയ്യിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സോസ് പാനൊക്കെ ഇട്ട് കൊടുത്തേക്കണം. പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഇത് ഈ ഒരു മെൽറ്റ് ആവുന്ന ടൈമിൽ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യിലേറെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലത് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് നമ്മളിത് തിളക്കുന്ന ടൈമിൽ നല്ലോണം പത വന്നിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കുറേ നേരം ഇതേപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു പൊട്ടണ ജാറക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് കളർ നമുക്ക് കുറച്ചൊരു ഡാർക്ക് കളറായിട്ടാണ് തോന്നിയത്, പക്ഷേ ചൂടാറിയപ്പോൾ കറക്റ്റ് ആ ഒരു നെയ്യിൻ്റെ ആ ഒരു കളറിൽ തന്നെ വന്നിക്കണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യൊക്കെ ഇതിലേറെ ഒന്നും കൂടി ലൈറ്റ് കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു കളറ് കൂടുതലുണ്ട്, പക്ഷേ എന്നാലും സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെയിനും. പിന്നെ അതടക്കം മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡൊക്കെ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആക്കാനും. സാധാരണ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് വെച്ച് ഉണ്ടാക്കുന്ന കടികളൊക്കെ ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുകൊണ്ട് ഇതേപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചൊരു സ്പൈസി ആവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ കേട്ടോ ചെയ്തെടുക്കൽ. അപ്പോൾ ഇതേപോലെ ഇത് റെഡി ആയിട്ട് ചൂടാറിയിട്ട് ഇതും നമുക്കൊരു ടിന്നൊക്കെ മാറ്റി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ജീരകം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജീരകമൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ചൂടാറിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതേപോലെ നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. നോമ്പിന് നമുക്ക് എപ്പോഴും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തുകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞ കുരുമുളക് ഇതേപോലെ ടിന്നിലിട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വലിയ ജീരകവും ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതും ഇതേപോലെ തന്നെ ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബിരിയാണി മസാല പൊടിച്ചതും ഒക്കെ ടിന്നിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും അടച്ചു കൊടുക്കണില്ല. അപ്പോൾ ഒക്കെ ചൂടാറിയതിന് ശേഷമാണ് പിന്നെ അടച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചെയ്ത് വെക്കണത് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിന് വെള്ളം കലക്കാനൊക്കെ എപ്പോഴും വേണമല്ലോ. ജ്യൂസാണെങ്കിൽ നമ്മൾ മിക്സിയിൽ അങ്ങനെ അടിച്ചെടുക്കും. നാരങ്ങയാണെങ്കിൽ ആ ഒരു ടൈമിൽ കലക്കണത് ഭയങ്കര മടിയിലൊരു കാര്യമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഇതേപോലെ തന്നെ പഞ്ചസാര പൊടിച്ച് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാര പൊടി വെച്ചാണ്ട് തന്നെ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്.
അപ്പോൾ അത് കുറച്ച് ക്യാരറ്റ് ഞാനൊന്ന് പകുതി വേവാക്കിയിട്ട് ഇതേപോലെ ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലാക്കിയിട്ട് അടച്ച് വെച്ച് ഫ്രീസറിൽ വെക്കാം കേട്ടോ. നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് അടിച്ച് വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് റോബസ്റ്റ പഴം ഇതേപോലെ തന്നെ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. കാരണം റോബസ്റ്റ പഴമൊക്കെ നമ്മൾ പുറത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഞാനിത് എപ്പോഴും ഇങ്ങനെ ചെയ്യലുണ്ട്. നമുക്ക് സ്മൂത്തി അടിക്കാനും അല്ലെങ്കിൽ വല്ല ജ്യൂസൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടൊന്നും വരില്ല. അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും ഇതേപോലെ തന്നെ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുകയാണ്. നമുക്ക് ചിക്കൻ കറി ഇതൊക്കെ തൂമിക്കാനും അങ്ങനെ എല്ലാ ആവശ്യത്തിനും ചെറിയുള്ളി വേണമല്ലോ. അപ്പോൾ അതേപോലെ കുറച്ച് തൊലിച്ചത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ തേങ്ങയൊക്കെ നല്ലോണം ചൂടാറിയപ്പോൾ ഞാനിതാ ഒരു ബോക്സിൽ ഇട്ട് കൊടുത്തേക്കണം. അതേപോലെ തന്നെ പച്ചത്തേങ്ങയും വേറൊരു ബോക്സിലാക്കിയിട്ടുണ്ടോ. പിന്നെ ഇത് നമുക്കിത് അടച്ച് വെച്ച് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്ത് വെച്ചിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫ്രീസറൊക്കെ മാറ്റിയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ആ ഫ്രൂട്ട്സൊക്കെ ഇതേപോലെ ബോക്സിലാക്കുകയാണ്. മുന്തിരിയൊക്കെ ഇത് ഈ 2 ബോക്സിലാക്കിയിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് സവാള തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേപോലെ ബോക്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അധികമൊന്നും തൊലിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് നോമ്പിനെന്നും വേണം. പക്ഷേ ഒരുപാട് തൊലിച്ച് വെച്ചാൽ അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ മാറിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുറച്ചാണ് തൊലിച്ചത്. അതേപോലെ തന്നെ തക്കാളിയും മല്ലിയിലൊക്കെ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ വേറൊരു ബോക്സിൽ കറിവേപ്പിലയും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ സ്പേസ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ നോമ്പിന് നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും ചിലപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാക്കാരം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് ഓതാനും എല്ലാത്തിനും ടൈം കിട്ടും. നമ്മൾ നോമ്പിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി. പിന്നെ നമുക്കൊരു മാസം നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പം എന്നാൽ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുവരെ അസ്സലാമു അലൈക്കും.